ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ കിടിലൻ ഫോമിലാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. ആദ്യ 10 കളികളിൽ 8 എണ്ണത്തിലും വിജയം നേടിയ അവർ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ്. ഒരു കളി കൂടി വിജയിക്കുന്നതോടെ ഔദ്യോഗികമായി അവർക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാം. 2 കളികൾ മാത്രമാണ് ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റത്. ഈ 2 മത്സരങ്ങളും അവസാന പന്തിലേക്ക് നീണ്ട ത്രില്ലറുകളായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായിരുന്നു റോയൽസിന്റെ അവസാന കളിയും പരാജയവും. 1 റണ്ണിനാണ് സഞ്ജു പട ഈ മത്സരം അടിയറവ് വെച്ചത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടെങ്കിലും ഹൈദരാബാദിനെതിരെ കളിക്ക് ശേഷം രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിന്റെ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. ടീമിലെ ചില സൂപ്പർ താരങ്ങളുടെ കാര്യത്തിലാണ് സഞ്ജുവിനും റോയൽസിനും ഇപ്പോൾ ആശങ്കയുള്ളത്. ഇത് എന്താണെന്ന് നോക്കാം. IPL ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് യുസ്വേന്ദ്ര ചഹൽ. 2022-ൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയതു മുതൽ അവർക്കായും കിടിലൻ പ്രകടനമാണ് ഈ വലം കയ്യൻ സ്പിന്നറുടേത്. ഈ സീസണിലും മികച്ച രീതിയിൽ തുടങ്ങിയ ചഹൽ ഇതുവരെ 13 വിക്കറ്റുകൾ നേടി. എന്നാൽ കഴിഞ്ഞ കുറച്ച് കളികളിലായി ദയനീയ ഫോമിലാണ് ചഹൽ. അവസാനം കളിച്ച 4 മത്സരങ്ങളിലും 40 റൺസിന് മുകളിൽ അദ്ദേഹം വഴങ്ങി. ഇതിൽ ഒരു കളിയിൽ 54 റൺസും മറ്റൊരു കളിയിൽ 62 റൺസുമാണ് അദ്ദേഹത്തിനെതിരെ എതിരാളികൾ അടിച്ചിട്ടത്. ഈ 4 കളികളിൽ നിന്ന് ആകെ 2 വിക്കറ്റുകൾ മാത്രമാണ് ചഹലിന് നേടാനായത്. ടീമിന്റെ പ്രധാന ബോളറായ ചഹൽ സീസണിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ ഇതുപോലെ മോശം ഫോമിലേക്ക് വീണത് രാജസ്ഥാനും ക്യാപ്റ്റൻ സഞ്ജുവിനും നൽകുന്ന ആശങ്ക ചെറുതല്ല. ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ ഏറ്റവും മോശം ഫോമിലുള്ള താരമാണ് അശ്വിൻ. 9 കളികളിൽ നിന്നും വെറും 2 വിക്കറ്റുകൾ മാത്രമാണ് അശ്വിന് ഈ സീസണിൽ നേടാനായത്. 157.50 എന്ന ദയനീയ ബോളിംഗ് ശരാശരിയാണ് അദ്ദേഹത്തിൻ്റെത്. മുൻ സീസണുകളിൽ രാജസ്ഥാന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്ന അശ്വിന് ഇത്തവണ 10 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഫോമിലേക്ക് എത്താൻ സാധിക്കാത്തത് രാജസ്ഥാൻ റോയൽസിന് നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. പ്ലേ ഓഫിലേക്ക് അടുക്കവേ വരും മത്സരങ്ങളിൽ അദ്ദേഹം ഫോമിലെത്തേണ്ടത് രാജസ്ഥാൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ട മത്സരത്തിലാണ് അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ധ്രുവ് ജൂറലിന് പരിക്ക് പറ്റിയത്. ഫീൽഡിങ്ങിനിടെ പരിക്കേറ്റ ജൂറൽ ഹൈദരാബാദ് ഇന്നിംഗ്സിന്റെ അവസാന 11 ഓവറുകളിൽ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയിരുന്നില്ല. മുൻ കളികളിൽ ബാറ്റിംഗ് ഓർഡറിൽ 5ാമതിറങ്ങിയ താരം പരിക്കിനെ തുടർന്ന് ഹൈദരാബാദിനെതിരെ 7ാം നമ്പറിലാണ് കളിച്ചത്. വേദന കടിച്ചമർത്തി ബാറ്റ് ചെയ്ത ജൂറലിന് ഈ കളിയിൽ തിളങ്ങാനും സാധിച്ചില്ല. IPL അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ പരിക്കിന്റെ പിടിയിൽ വീണത് രാജസ്ഥാനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അതേസമയം IPL പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ് രാജസ്ഥാൻ റോയൽസ്. 10 കളികളിൽ 8 വിജയങ്ങൾ നേടിയ ടീമിന്റെ അക്കൗണ്ടിൽ 16 പോയിന്റാണുള്ളത്. വരുന്ന ചൊവ്വാഴ്ച ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് ടീമിന്റെ അടുത്ത മത്സരം. 2024 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കിടിലൻ ഫോമിലാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണും. സീസണിലെ ആദ്യ കളി മുതൽ തകർക്കുന്ന സഞ്ജു ടീമിന്റെ വിശ്വസ്ത ബാറ്ററാണ്. ഈ സീസണിലെ മിന്നും ഫോമിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും സഞ്ജു ഇടം പിടിച്ചു കഴിഞ്ഞു. IPL 2024 സീസണിൽ ഇതിനകം 3 അർദ്ധ സെഞ്ചുറികളാണ് സഞ്ജു നേടിയത്. രാജസ്ഥാൻ റോയൽസ് ഇത്തവണ നടത്തുന്ന സ്വപ്ന കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നും സഞ്ജുവിന്റെ ഈ ഫോമാണ്. ആദ്യ 10 കളികളിൽ 8ലും രാജസ്ഥാൻ റോയൽസ് ജയിച്ചു നിന്നിരുന്നു. നിലവിൽ റൺ വേട്ടയിൽ ആദ്യ 10ലുള്ള സഞ്ജു മറ്റൊരു ശ്രദ്ധേയ നേട്ടത്തിൽ സീസണിലെ 1ാം സ്ഥാനക്കാരൻ കൂടിയാണ്. ഇക്കുറി ടീം വിജയിച്ച കളികളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിലാണ് രാജസ്ഥാൻ നായകൻ 1ാം സ്ഥാനത്തുള്ളത്. സഞ്ജു നന്നായി കളിക്കുന്ന മത്സരങ്ങളിൽ രാജസ്ഥാൻ വിജയിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നിലവിൽ ടൂർണമെന്റിലെ ഓറഞ്ച് ക്യാപ്പ് ജേതാവായ വിരാട് കോഹ്ലിക്ക് ഈ പട്ടികയിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ പോലും ഇടമില്ല എന്നതാണ് ശ്രദ്ധേയം. കോഹ്ലി റണ്ണടിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും ടീമിന്റെ വിജയത്തിന് അത് ഉപകരിക്കുന്നില്ല എന്ന് ചുരുക്കം. IPLൽ വ്യാഴാഴ്ച നടന്ന രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിന് ശേഷമുള്ള കണക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ആണ് ഈ ലിസ്റ്റിൽ 1ാമത്. രാജസ്ഥാൻ ജയിച്ച 8 കളികളിൽ 63.40 ബാറ്റിംഗ് ശരാശരിയിൽ 317 റൺസാണ് സഞ്ജു നേടിയത്. ഈ കളികളിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 157.71 ആണ്. 3ാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങിയാണ് സഞ്ജുവിന്റെ ഈ കിടിലൻ പ്രകടനം.